എടാ മണ്ട തിരിച്ചടിക്കടാ, ഇല്ലെങ്കിൽ നിന്നെ ചവിട്ടി തേച്ചവന്മാർ കൊണ്ടുപോകും, നിന്റെ കൂടെ നിൽക്കുന്നവന്മാരും കൊണ്ടുപോകും ഈ നാട്ടുകാർ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഞെട്ടിക്കുന്ന ഫോൺ സന്ദേശം. റിപ്പോർട്ടർ ചാനലിലെ 30 മിനിറ്റ് ഉള്ള ഓഡിയോ ക്ലിപ്പ് 10 പ്രാവശ്യം പ്ലേ ചെയ്താൽ ഇത് വലിയൊരു ഓഡിയോ ക്ലിപ്പ് ആകില്ല. ഭയങ്കര ഞെട്ടിക്കുന്ന ഫോൺ. രാഹുൽ മാങ്കൂട്ടത്തിൽ വീഴുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാര്യം രാഹുൽ മാങ്കൂട്ടത്തിന് ഈ സമ്മർദ്ദം താങ്ങില്ല. രാഹുൽ മാങ്കൂട്ടത്തിനോട് എനിക്ക് പറയാനുള്ളത് സ്നേഹത്തോടെ ബഹുമാനത്തോടെ, നമ്മൾ എതിർപക്ഷത്ത് നിൽക്കുന്നവരാണ്. എടാ മണ്ട തിരിച്ചടിക്കടാ, ഇല്ലെങ്കിൽ നിന്നെ ചവിട്ടി തേച്ചവന്മാർ കൊണ്ടുപോകും, നിന്റെ കൂടെ നിൽക്കുന്നവന്മാരും കൊണ്ടുപോകും, ഈ നാട്ടുകാരും കൊണ്ടുപോകും. ഇവർക്ക് തെളിവൊന്നും ഒരു ഇഷ്യൂ അല്ല. നിനക്കെതിരെ തെളിവെന്ന് പറഞ്ഞു കൊടുക്കുന്ന സാധനം എന്താണെന്നറിയാമോ? അത് നിങ്ങൾ കണ്ടിരിക്കണം. എനിക്ക് വേറെ പണിയുണ്ട്, അത് മാറ്റി വെച്ചിട്ട് ചെയ്യുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ 35 വയസ്സേ ഉള്ളൂ. നിന്നെ പോലെ പ്രതിഭയും കഴിവുള്ള ഒരുത്തനെ അടുത്ത 60 വർഷം ഈ നാട്ടിൽ നിൽക്കാനുള്ളതാണ്, അല്ലെങ്കിൽ 50 വർഷം ഈ നാട്ടിൽ നിൽക്കാനുള്ളതാണ്. നിന്റെ രാഷ്ട്രീയ ജീവിതം തീർക്കും. നീ ഒരു പക്ഷെ നാളെ മന്ത്രിയോ മുഖ്യമന്ത്രിയോ ആയി മാറേണ്ടതാണ്. രാഹുൽ മാങ്കൂട്ടത്തിനോട് ശക്തമായി എതിർക്കുമ്പോഴും രാഹുലിനെ ബഹുമാനിക്കുന്ന ഒരാളാണ് ഞാൻ. എടാ ഇത്തരം കള്ള തെളിവുകൾ വെച്ച് നിന്നെ കൊടുക്കാനുണ്ടെങ്കിൽ നീ തിരിച്ചടിച്ച് വാ തുറന്നില്ലെങ്കിൽ നിന്നെ അവർ ഇല്ലാതാക്കുമെന്ന് മനസ്സിലാക്ക്. നിന്നെയല്ല ഇതുപോലെ എത്ര പേരെ ഇല്ലാതാക്കിയിട്ടുണ്ട്. ശ്രീ ദിലീപിനെ, ശ്രീ സിദ്ദിഖിനെ, എത്ര പേരെ ഇങ്ങനെ ഇല്ലാതാക്കിയിട്ടുണ്ട്. നട്ടലോടുകൂടി ഒരു നിവിൻ പോളയും വിജയബാബുവും തിരിച്ചടിച്ചുകൊണ്ടാണ് അവർ നിന്നത്. എന്ത് കോപ്പിന്റെ തെളിവാണിത്? കേട്ടോണേ. അതായത് രാഹുൽ മാങ്കൂട്ടത്തിലും ഏതോ ഒരു യുവതിയും തമ്മിൽ ലൈംഗിക ബന്ധമുണ്ട്. പരസ്പരം ഉഭയകക്ഷി സമ്മതപ്രകാരത്തോരം ചെയ്തല്ലേ, അല്ലാതെ ഫോണിലൂടെ ഗർഭം ഉണ്ടാക്കിയൊന്നും അല്ലല്ലോ. രാഹുൽ മാങ്കൂട്ടത്തിലും ഒരു പെൺകുട്ടിയും തമ്മിൽ കോൺവെർസേഷൻ ഒക്കെ സത്യമായിരിക്കും. ആ കോൺവെർസേഷൻ വലിയ കോൺവെർസേഷൻ ആണ്. അതിന്റെ ഒരു ഭാഗം മാത്രമാണ് യുവതിയുടെ സ്വകാര്യത രക്ഷിക്കാൻ വേണ്ടി കാണിക്കുന്നതെന്ന് പറയുന്നു, സൗണ്ട് മാറ്റി അകപ്പിക്കുന്നതെന്ന് പറയുന്നത്. ആയിക്കോട്ടെ, രാഹുൽ മാങ്കൂട്ടത്തിലും ഈ പെണ്ണും കൂടെ, ഇവർ രണ്ടും ഒരുമിച്ചല്ലേ. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവളെ പോയി റേപ്പ് ചെയ്യൊന്നുമല്ലോ. രാഹുൽ മാങ്കൂട്ടത്തിലും ഈ പെണ്ണും കൂടെ ശാരീരിക ബന്ധം ഉണ്ടായി. അവളതിന് പ്രശ്നമൊന്നുമില്ലേ? രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ ആ പിതൃത്വം അങ്ങ് ഏറ്റെടുക്കുമെന്ന്, ഞാൻ ആ പിതൃത്വം അങ്ങ് ഏറ്റെടുക്കുമെന്ന്. ഇവർ തമ്മിൽ ലിവിഡ് റിലേഷൻഷിപ്പ് ഉണ്ടായി കാണും, സെക്ഷൽ റിലേഷൻഷിപ്പ് ഉണ്ടായി കാണും. ആ സാധനം ആ പെൺകുട്ടിക്കിടെയും കൂടെ ഉത്തരവാദിത്തമില്ല. അതിനൊന്നും ഒരു പ്രശ്നമില്ലേ? പെൺകുട്ടി പരിശുദ്ധ, രാഹുൽ മാങ്കൂട്ടത്തില് മോശക്കാരനുമായോ? ഇതെന്താണ്? ഇതെന്ത് തെളിവാണ് കോപ്പ്? ആ പെണ്ണ് പറയാണ് താൻ ഏക്കണമെന്ന് ഇവിടെ ആരും പറഞ്ഞില്ലല്ലോ എന്ന്. രാഹുൽ മാങ്കൂട്ടത്തിൽ പറയാണ് ആ ഗർഭത്തിന്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുമെന്ന്. അപ്പോ അത് ഏക്കണമെന്ന് ഇവിടെ ആരും പറഞ്ഞില്ലല്ലോ. പെണ്ണ് പറയുന്നതാണ്. രാഹുൽ പറയണത് ഞാൻ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമെന്നാണ്. പെണ്ണ് പറയുന്നത് താൻ ഏക്കണമെന്ന് ഇവിടെ ആരും പറഞ്ഞില്ല എന്നാണ്. അടുത്ത രാഹുലിന്റെ ഡയലോഗ് നോക്കിയോണേ. ആ കൊച്ചെങ്ങനെ പറയും? ആ കൊച്ചിനെ കാണുന്നവരെ തന്തയില്ലാത്തമാരെന്ന് വിളിക്കില്ലേ? രാഹുലും ഈ സ്ത്രീയും തമ്മിൽ സെക്ഷൽ റിലേഷൻഷിപ്പ് ഉണ്ടായി കാണും, ലിവ് ഇൻ റിലേഷൻഷിപ്പ് ഉണ്ടായി കാണും, ചിലപ്പോൾ സ്നേഹം ഉണ്ടായി കാണും, പ്രണയം ഉണ്ടായി കാണും, കാഷ്വൽ റിലേഷൻഷിപ്പ് ഉണ്ടായി കാണും. ഇവരുടെയും കൂടെ സമ്മതത്തോടല്ലേ ചെയ്തത്, അല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഫോണിലൂടെ ഗർഭം ഉണ്ടാക്കിയൊന്നും അല്ലല്ലോ. പിന്നെ ആ കൊച്ചാരെ ചൂണ്ടിക്കാണിക്കുന്നേ? അത് ഞാൻ ആ കൊച്ചിനോട് പറഞ്ഞോളാം, മറ്റുള്ള ആവശ്യമില്ല. ആ കൊച്ചിനാരെ ചൂണ്ടിക്കാണിക്കും? അതല്ല ചൂണ്ടിക്കാണിക്കും, പറഞ്ഞോണ്ടിരിക്കുന്നത്. ഈ സൗണ്ട് മാറ്റാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു എന്തോ ചെയ്തിട്ടുണ്ട് റിപ്പോർട്ടർ. ആ കാര്യത്തിലൊക്കെ ഫേക്ക് സാധനം ഒന്നും ഇടല്ലോ. റിപ്പോർട്ടർ മുഖ്യധാരാ ചാനലാണ്, അതുകൊണ്ട് റിപ്പോർട്ടറിനെ ആ കാര്യത്തിൽ വിശ്വസിക്കാം. പക്ഷെ ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് പറ്റിയെന്ന് എങ്ങനെ പറയാൻ കഴിയും? രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പെണ്ണും കൂടെ ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ടായി. ഇനി അത് ഗർഭിണി ആയോന്ന് പോലും അറിയില്ല കേട്ടോ. ആ ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ തനിക്ക് ഗർഭം ഉണ്ടെന്ന് പറഞ്ഞ് എന്തെങ്കിലും ആയിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിനെ വിളിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിനെ വിളിച്ചപ്പോ രാഹുൽ മാങ്കൂട്ടത്തിലും ആ പെൺകുട്ടിയും കൂടെ നടക്കുന്ന കോൺവെർസേഷനാണ്. ഈ കാര്യത്തിൽ പെൺകുട്ടിയും രാഹുൽ മാങ്കൂട്ടത്തിലും തമ്മിൽ പരസ്പരം കൺസെന്റോടുകൂടി ചെയ്തൊരു കാര്യം, ഈ കൺസെന്റോടുകൂടി ചെയ്തൊരു കാര്യം പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ മാത്രം കുറ്റമായി അയാളുടെ രാഷ്ട്രീയ ജീവിതവും MLA സ്ഥാനവും എല്ലാം പോകുന്ന സ്ഥിതിയിലേക്ക് എങ്ങനെ വരാൻ കഴിയും? ഇവര് കൺസെന്റോടുകൂടിയല്ലേ ചെയ്തത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ക്രിമിനൽ ആക്ടിവിറ്റി എന്തെങ്കിലും ചെയ്തോ? രാഹുൽ മാങ്കൂട്ടത്തിൽ റേപ്പ് ചെയ്തോ? രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പെൺകുട്ടിയെ കടന്നു പിടിച്ച് ഇല്ലാതാക്കാൻ ശ്രമിച്ചോ? പക്ഷേ വളരെ വേഗമായ എന്നിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ കുട്ടിയുടെ പിതൃത്വം ഏറ്റെടുക്കാമെന്നാണ് പറയുന്നത്. പക്ഷെ പെൺകുട്ടി പറയുന്നത് ഞാൻ ഏറ്റെടുക്കാൻ പറഞ്ഞില്ലല്ലോ എന്ന്. ഈ ക്ലിപ്പ് തന്നെ 10 തവണ റിപ്പോർട്ടർ റീപ്ലേ ചെയ്തു, 8 തവണ. ഞാനത് ഏക്കുകയും ചെയ്യും. നട്ടലുള്ളവനാണ്, ആണത്തുള്ളവനാണ്, അതുകൊണ്ട് അവൻ പറയുന്നത്. പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിലെ സംസാരിച്ചില്ലെങ്കിൽ നീ തീരും, ഇത് സംസാരിക്കാതിരിക്കരുത്. എടാ
ഇടാന്നല്ല, ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ 100 കണക്കിന് ആണുങ്ങൾക്ക് പറ്റുന്ന തെറ്റാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചാൽ നാളെ MLA സ്ഥാനം രാജിവെക്കണമെന്ന് പറയും, മറ്റന്നാൾ പൊതുപ്രവർത്തനം നിർത്തണമെന്ന് പറയും. രാഹുൽ മാങ്കൂട്ടത്തിന് ഫൈറ്റ് ബാക്ക് ചെയ്തില്ലെങ്കിൽ നിന്നെ തീർക്കും. ഇപ്പം വരുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചു എന്ന് പുറത്താക്കി നോക്കിയാണ്, നിന്നെ MLA സ്ഥാനം നിന്ന് തെറിപ്പിക്കും, നിനക്ക് ഇനിയും കേരള രാഷ്ട്രീയത്തിൽ സ്ഥാനം ഉണ്ടാവില്ല, നിന്നെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കും. എടാ നീ രാഹുൽ മാങ്കൂട്ടത്തിലെ നീ എന്ത് തെറ്റ് ചെയ്തു എന്നാ പറയണേ? നീ ഒരു പെണ്ണും കൂടെ പരസ്പരം താല്പര്യത്തോടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതാണോ തെറ്റ്? അങ്ങനെയാണോ തെറ്റെന്ന് പറയുന്നത്? അങ്ങനെയാണെങ്കിൽ ഈ നാട്ടിൽ എത്ര പേര് ചെയ്യുന്നുണ്ട്? 18 വയസ്സ് കഴിഞ്ഞവർക്ക് കൺസെന്റ് ഇല്ലേ? അതൊരു ക്രിമിനൽ ആക്ട് ആണോ? ഇത് മുട്ടാപ്പോക്ക് പറഞ്ഞ് നിന്നെ അല്ലെങ്കിൽ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിനെ കൊടുക്കാൻ നോക്കുകയാണ്, പുരുഷന്മാരെ കരിവാരിത്തേക്കാൻ നോക്കുകയാണ്. അവർ തമ്മിൽ കുറെ കാലത്തെ ബന്ധവും ഇന്റിമസി ഉണ്ടെന്ന് തോന്നുന്നു. പിന്നെ എങ്ങനെ അടിയത് വളരുന്നത്? അവർ തമ്മിലുള്ള പരസ്പര കോൺവെർസേഷൻ ആണ്. ഇത് തന്നെയാണ് വേടനും പറ്റിയത്. ഇത് വേടനോ രാഹുൽ മാങ്കൂട്ടത്തിലോ അപ്പുറത്ത് BJPയുടെ ആരെങ്കിലും BJPയുടെ ആരോ അല്ല. ഇത് ഇത്തരത്തിലുള്ള ഗ്രേ ഏരിയയിൽ നിൽക്കുന്ന പരാതികൾ കൊണ്ട് ആണുങ്ങളെ ടാർഗറ്റ് ചെയ്യുന്നതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ആരെങ്കിലും കടന്നു പിടിച്ചു, 100% തെറ്റാണ്. റേപ്പോ അങ്ങനത്തെ എന്തെങ്കിലും അറ്റംപ്റ്റ് ഉണ്ടായി, രാഹുൽ മാങ്കൂട്ടത്തിനെ അതിശക്തമായ തെളിവുകളോടെ വിചാരണ നടത്തി ജയിലിലിടണം. ഇത് ഇവര് തമ്മിലുള്ള ബന്ധം ഉണ്ടായതല്ലേ? ആ ബന്ധം ഉണ്ടായതാണോ കുറ്റം? പിന്നെ ആ കൊച്ചാരെ ചൂണ്ടിക്കാണിക്കുന്നേ? അത് ഞാൻ ആ കൊച്ചിനോട് പറഞ്ഞോളാം, മറ്റുള്ള ആരോടും ആവശ്യമില്ല. ആ കൊച്ചിനാരെ ചൂണ്ടിക്കാണിക്കും? അതെന്നെ ചൂണ്ടിക്കാണിക്കും, പിന്നെ വേറെ ചൂണ്ടിക്കാണിക്കാൻ ബുദ്ധിമുട്ടുകളാണ് ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നത്. അതെനിക്ക് ബുദ്ധിമുട്ടാകത്തില്ല. അതെങ്ങനെ തന്നെ ബുദ്ധിമുട്ടാക്കുന്നത്? പിന്നെ അത് ബുദ്ധിമുട്ടാകാതിരിക്കാൻ ഞാനത് ഏൽക്കുകയും ചെയ്യും. അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ ഈ പെണ്ണ് ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണ്. അതിന്റെ ബാക്കിയുള്ള ഇതും കൂടെ കേട്ടാൽ കൃത്യമായിട്ടത് മനസ്സിലാവും. നീ അതായത് എനിക്ക് എന്തെങ്കിലും രീതിയിൽ പറഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിലെ പറയണം, അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിലെ മറുപടിയാണ് ഞാനത് കേൾക്കുകയും ചെയ്യുമെന്ന്. ഇത് നാളെ ഏതാണിന് നേരെ വരാം. ഇത് നിങ്ങളുടെ അച്ഛന്, നിങ്ങളുടെ സഹോദരന്, നിങ്ങളുടെ മകന്, നിങ്ങളുടെ സുഹൃത്തിന് നീ എന്ന് പറയണം, മണ്ടനായ ആണിനെതിരെ വരാം. പ്രതികരിച്ചില്ലെങ്കിൽ നിന്നെ ഒന്നും ഇരുത്തിലിടെ, നാളെ നിന്നെ എന്നെയൊക്കെ ഇല്ലാതാക്കും, നീ മനസ്സിലാക്ക്. നീ എന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിലെ എല്ലാ പൊതുവെ പുരുഷന്മാരെ പറഞ്ഞാണ്. ആർക്കെതിരെ ഇത് വന്നൂടെ? ഇതാണോ തെളിവ്? The Voice of India.